ഹലോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം ഫ്രൈഡേക്ക് മുന്നേ ഒരു ദിവസത്തെ എൻ്റെ ഒരു കുറച്ച് വിശേഷങ്ങളാണ്. എൻ്റെ ഒരു സിമ്പിൾ മോർണിംഗ് റുട്ടീനും അതുപോലെ തന്നെ എൻ്റെ കൊച്ചു വിശേഷങ്ങൾ, എൻ്റെ ഒരു ഹോം വ്ലോഗാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിനുശേഷം ബ്ലാക്ക് ടീ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ ഗ്ലാസ് ബ്ലാക്ക് ടീ ഒഴിക്കുകയാണ്. അതിന് ശേഷം ഇന്ന് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നൈസ് പത്തിരിയാണ്. അപ്പോൾ നൈസ് പത്തിരിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കറിയും. അപ്പോൾ വളരെ ചൂട് ചായയും കൂട്ടിയിട്ട് നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള കറി എന്ന് പറയുമ്പോൾ ഓവർ സ്പൈസി അല്ല, ആവശ്യത്തിനുള്ള എരിവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ടൊമാറ്റോയും അതുപോലെ തന്നെ ഒണിയൻ, സവോളയും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എത്ര സ്പൈസി ആക്കിയാലും നമ്മുടെ ആ സ്പൈസീനെ ആ ഒരു സംഭവങ്ങൾ ബാലൻസ് ചെയ്തോളും. അതുകൊണ്ട് ഓവർ സ്പൈസി അല്ല. നമ്മളുടെ കളറും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിലും ഞാൻ ചിക്കൻ വാഷ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി ചില്ലി പൗഡറും അതുപോലെ തന്നെ പൊടികളൊക്കെ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കും. അതുകൊണ്ടാണ് നമ്മുടെ ചിക്കൻ കറിക്ക് അത്യാവശ്യം നല്ല കളറ്. പിന്നെ ചില്ലി പൗഡർ എന്ന് പറഞ്ഞാൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ കറിക്ക് അത്യാവശ്യം കളറും രുചിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ആസ്വദിച്ച് കഴിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി നൈസ് പത്തിരിയും അതുപോലെ തന്നെ ചിക്കൻ കറിയുമാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ചൂട് കടിഞ്ചായം എന്ന് പറയുമ്പോൾ ഏലക്ക ആക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടിഞ്ചായ. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇനി ബാക്കി ഉള്ള വളരെ കുറച്ച് വിശേഷങ്ങളും കൂടിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഡിന്നറും സ്നാക്കും അതുപോലെ തന്നെ എൻ്റെ കുക്കിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോണ്ടും കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെനിക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് റെസ്പോൺസിനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസിനും ഒക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ സാറാനും ഞാൻ താഴെ പോയി പിക്ക് ചെയ്തുകൊണ്ട് വന്നു. അപ്പം എല്ലാ ദിവസവും ഒരേ കണ്ടൻറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു സംഭവമൊക്കെ ഇന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കയറി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഇക്ക പോയതിന് ശേഷം ഇത് വീക്കെൻഡ് അല്ല, വീക്ക് ഡേ ആണല്ലോ. അപ്പോൾ ഇക്ക പോയി. അതിനുശേഷം സാറായ്ക്കും എനിക്കും വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ തട്ടിക്കൂട്ട് ഉച്ചയൂണ് തയ്യാറെടുപ്പിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു മുട്ട പൊരിച്ചു. മുട്ടയിലേക്ക് ഒന്നുമില്ല, കുറച്ച് ചില്ലി പൗഡറും അതുപോലെ തന്നെ കുറച്ച് സാൾട്ടും ഇട്ടിട്ടുള്ളൂ മുട്ടയിലേക്ക്. അപ്പോൾ ഞാൻ വളരെ തിന്നായിട്ട് സാറായ്ക്കും വേണമല്ലോ, അപ്പോൾ മോൾക്കും വേണ്ടിയിട്ട് ഒരു മുട്ട ലഞ്ചിന് വേണ്ടി ഇന്ന് അധികം കാര്യമായിട്ട് കറികളൊന്നും വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മുട്ടയൊക്കെ പൊരിച്ച് ഉള്ള കറികളൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഒരു സിമ്പിൾ ഉച്ചയൂണാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷോർട്സിന് വേണ്ടിയിട്ടുള്ള ഷോർട്സിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സംഭവത്തിന് വേണ്ടിയിട്ടുള്ള പണിപ്പുരയിലും കൂടെയാണ്. അപ്പോൾ ഇതെന്താണ്, ഞാനിങ്ങനെ മുട്ട ഇങ്ങനെ ചെറിയ പീസായിട്ട് ചിക്കി പൊരിക്കുന്ന എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഈ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാനെന്ന് പറയുന്നത് ഷോർട്സൊക്കെ ഞാൻ അത്യാവശ്യം ഇടുന്ന ആളാണ്. അപ്പോൾ പെട്ടെന്ന് കയ്യിൽ കിട്ടുന്ന എടുത്തിടുന്നതല്ല. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഹോം വർക്ക്സും അതുപോലെ തന്നെ ഹാർഡ് വർക്ക്സും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ നോക്കി വെക്കും എന്തൊക്കെയാണ് പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഷോർട്സാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നൊക്കെ തലേന്ന് നോക്കി വെക്കും. അങ്ങനെ നോക്കിയതിന് ശേഷമാണ് ഞാൻ കണ്ടൻറ്റും കാര്യങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മുട്ട പൊരിക്കലും അതുപോലെ തന്നെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം എനിക്കിന്നെന്തോ നല്ല അടിപൊളി വത്തൽ മുളക് ചമ്മന്തി കൂട്ടാനായിട്ട് ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ ആ മുട്ട പൊരിച്ച പാനിലേക്ക് തന്നെ ആ സെയിം കൊക്കനട്ട് ഓയിലിലേക്ക് തന്നെ എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് സവോളയും വത്തൽമുളകും പൊരിച്ച് ബാക്കി മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷൊക്കെ ചെയ്ത് പുളിയൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് നല്ല അടിപൊളി വത്തൽ മുളക് ചമ്മന്തി റെഡിയാക്കി എടുത്തു. അപ്പോൾ കുറച്ചും കൂടെ ഞാൻ
വെളിച്ചെണ്ണ ഒന്നും കൂടെ ചാലിച്ചിട്ട് കൈ നന്നായിട്ട് വാഷ് ചെയ്ത് കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കുകയാണ്. അപ്പോൾ എന്താണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി. അപ്പോൾ ഇതാ നമ്മുടെ വത്തൽമുളക് ചമ്മന്തിയുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വത്തൽമുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പൊക്കെ ചേർത്തു, വെളിച്ചെണ്ണ ചാലിച്ചു, നല്ലതായിട്ട് വാളംപുളിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട്. അപ്പം ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത് ഞാൻ കാണിച്ചല്ലോ, മുട്ട പൊരിച്ചതും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ചെയ്തായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ ജസ്റ്റ് ഇട്ടില്ല, വിട്ടുപോയി. അപ്പോൾ പിന്നെ അതിനുശേഷം അത് ക്യാബേജ് തോരനുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് പിന്നെ നമ്മുടെ വത്തൽമുളക് ചമ്മന്തി. അപ്പോൾ ഇതൊക്കെയായിട്ടുള്ള വളരെ സിമ്പിളാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള തനി നാടൻ ഉച്ചയൂണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ലഞ്ചിൻ്റെ കറികളെന്ന് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഉച്ചയൂണായിരുന്നു. അതിനുശേഷം ഇതാ ഈവനിങ് ടൈം ആയപ്പോഴത്തേനും ടീ ടൈം ആയപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തു, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇതാ 2 ഏത്തപ്പഴം പഴുത്തിരിപ്പുണ്ടായിരുന്നു. ഇനിയും അത് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് തോന്നി. അപ്പോൾ പാനിലേക്ക് കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ മാക്സിമം ഈ കൊക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് ഞാൻ മാക്സിമം ഫുഡിൽ വെളിച്ചെണ്ണയാണ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നത്. ചില കേസസിൽ അതായത് നമ്മൾ നല്ല ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്യുമല്ലോ, അതായത് നഗറ്റ്സ്, കട്ട്ലേറ്റ് ഒന്നുമല്ല, നമ്മുടെ കുറച്ച് അങ്ങനെയുള്ള ഐറ്റംസ്, നഗറ്റ്സ് അതുപോലെയുള്ള ഐറ്റംസൊക്കെ ചെയ്യുമ്പോഴത്തേനാണ് ഞാൻ കൂടുതലായിട്ട് വെളിച്ചെണ്ണ ചേർക്കാത്തത്, മറ്റേ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നത്. അല്ലാതെ ബാക്കിയുള്ള നോർമലി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും സ്നാക്ക് ടൈമിലും ഒക്കെ ഞാൻ കൂടുതലായിട്ടും കൊക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഹെൽത്തിയും അതാണ് ശരീരത്തിനൊക്കെ നല്ലതും. അപ്പോൾ ഞാനിതാ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിനുശേഷം പഴം നീളത്തിൽ കട്ട് ചെയ്തത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈവനിങ് ടീ ടൈമിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഏത്തപ്പഴം പൊരിച്ചതാണ്. പിന്നെ ഇതിൽ ഞാൻ വീഡിയോയിൽ വേറെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാൻ ചിപ്സ് എടുക്കുന്നുണ്ട്, ബനാന ചിപ്സ്. അതെന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് കൊണ്ടു തന്നതാണ് ബനാന ചിപ്സ്. പിന്നെ പ്ലം കേക്ക്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് പ്ലം കേക്കും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈവനിങ് ടീ ടൈമായി. അപ്പോൾ കിച്ചണിൽ നിന്ന് ഞാനെല്ലാം മാറ്റി ടേബിളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ ഇതാ ബ്ലാക്ക് ടീ ആണ് ഈവനിങ്ങിന്. ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ ഗ്ലാസ് ചായ, അതിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള ഏത്തപ്പഴം പൊരിച്ചത്. ഇത് ഏത്തപ്പഴം എന്ന് പറയുന്നത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത്രയും ഉള്ളത് കൊണ്ട്, ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് നമ്മളും കഴിക്കും. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഇടയ്ക്ക് ഗീയിലും അതുപോലെ തന്നെ വെളിച്ചെണ്ണയിലും ഒക്കെ സോട്ട് ചെയ്ത് ഇടയ്ക്ക് ഇതുപോലെ ഏത്തപ്പഴം മിക്ക ദിവസങ്ങളിലും ചെയ്യാറുണ്ട്. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല തനതായ നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി അടിപൊളി നമ്മുടെ ചിപ്സ്, ബനാന ചിപ്സ് ആയിരുന്നു. പിന്നെ കുറച്ച് പ്ലം കേക്കും ഉണ്ടായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പ്ലം കേക്കായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയത് നിങ്ങൾ കണ്ടല്ലോ. സൂപ്പർ ഡിലീഷ്യസ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ടീ ടൈം, ഈവനിങ് സ്നാക്ക് ടൈം. അതുപോലെ തന്നെ ഇനി ഞാൻ എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ഡിന്നറാണ്. അപ്പോൾ നല്ല ആസ്വദിച്ചിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വൈകുന്നേരം നന്നായിട്ട് ഏത്തപ്പഴം പൊരിച്ചതും ഒക്കെ കഴിച്ച് ചിപ്സും അതുപോലെ തന്നെ കേക്കും എല്ലാം കഴിച്ചപ്പോഴത്തേനും രാത്രി അത്ര ഹെവി ആക്കാനായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ ഫ്രിഡ്ജ് തുറന്നതിന് ശേഷം കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. 2 മക്കൾക്കുള്ളതും ഓൾറെഡി കൊടുത്തു. മക്കൾക്ക് ഡിന്നർ നല്ല രീതിയിൽ അവർക്ക് കൊടുക്കേണ്ട പ്രോപ്പറായിട്ടുള്ള ഫുഡ് തന്നെ കൊടുത്തു. എനിക്കും ഇക്കാക്കും നൈറ്റ് കട്ട് ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സായിട്ട് മുസമ്പിയും അതുപോലെ തന്നെ ആപ്പിളും അതുപോലെ തന്നെ ഗ്രേപ്സും ഒക്കെയാണ് ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ, കട്ട് ഫ്രൂട്ട്സ്. ഞങ്ങൾ ചില ദിവസങ്ങളിൽ വലിയ വിശപ്പില്ലാത്ത ദിവസങ്ങളിൽ ഫ്രൂട്ട്സാണ് ഡിന്നറിന് എടുക്കാറ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. ഈ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഡേ വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ ടോപ്പിക്ക് മാറ്റി വേറെ കുറേ വിശേഷങ്ങളൊക്കെ ചേർത്ത് ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ watching.